ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? എന്നെല്ലാവരും മറന്നുപോയോ? ഇല്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വലിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് നിർത്തിയിടത്തുനിന്ന് തുടങ്ങാം അല്ലേ? ഇത് റൊമേനിയ വെച്ച് തന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണ്ണി ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബെർലിനിലേക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ പിറ്റേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ സെൻട്രലാണിത്. എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യത്തും ഇതുപോലത്തെ ഒരു സ്ഥലം ഉണ്ടാവും. ഐ മീൻ സെൻട്രം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ വന്നേക്കാണ്. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ട് വരുവാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടുണ്ടായില്ല. നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. ഒരുപാട് ഹാപ്പനിങ് ആയിട്ടുള്ളൊരു പ്ലേസും കൂടെ ആയിരുന്നു കേട്ടോ. പല സ്ഥലത്തും പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ടായി. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. എന്തൊക്കെയൊക്കെയോ ആക്ടിവിറ്റീസ് നടക്കുന്നുള്ളൊരു ഏരിയ ആയിരുന്നേ. അങ്ങനെ അതിൽ കൂടെ നടന്നപ്പോഴാണ് ഫാൻസി ഡ്രസ്സ് ചെയ്യാനായിട്ട് നിൽക്കുന്ന പോലെ ഈ ചേച്ചിമാരെ ഞാൻ കണ്ടു. അവരെന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട്. എന്താണ് അവരുടെ ആക്ടിവിറ്റി, എന്തായാലും പറയുന്നത് ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാലും ഞാൻ കുറച്ചു നേരം കണ്ട്. ആദ്യം ഒന്ന് കണ്ടപ്പോൾ പേടിയായെങ്കിലും കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുത്ത് ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. ഇത് ഓണത്തിന് 2 ആഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഞാനിങ്ങനെ അവിടെ ജമന്തി പൂക്കൾ കണ്ടപ്പോൾ ഭയങ്കര കൗതുകത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഒരു ഓണം ടൈമൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും ട്രിപ്പോണ്ടറെ പോയി പൂവൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ ഉണ്ണി അത് കണ്ട് ഇങ്ങനെ എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നത് കണ്ടിട്ട് ഉണ്ണിക്ക് ഒരു കൗതുകം. റൊമേനിയയിലെ സൈക്കിൾ പാത്ത് ഇങ്ങനെ ഒരു ഗ്രീൻ കളറിലാണ് കേട്ടോ. ജർമ്മനിയിലത് റെഡ് കളറിലാണ്. വെറുതെ ഇറങ്ങിയെന്ന് പറഞ്ഞതാണെങ്കിൽ പോലും എനിക്കൊരു ഗോൾഡ് നോക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഫസ്റ്റ് ഉണ്ണി എന്നെ മീറ്റ് ചെയ്ത സമയത്ത് എനിക്കൊരു ഗോൾഡ് റിങ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 18 ക്യാരറ്റിൻ്റെ ആണ്. എനിക്ക് അങ്ങനത്തെ ഒരു ഗോൾഡ് എന്തെങ്കിലും എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് മെയിൻലി. പക്ഷെ നമുക്ക് വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണി ജോലി കഴിഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് നമുക്ക് അധികം ടൈമൊന്നും ഉണ്ടായില്ല. പിന്നെ ആസ് യൂഷ്വൽ ഇവിടെ വന്ന പുറത്തേക്ക് ഇറങ്ങി എനിക്ക് അപ്പം ഐസ്ക്രീം വേണം. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം കണ്ടപ്പോഴേക്കും അതുപോലത്തെ ഐസ്ക്രീം തന്നെ വേണമെന്ന് പറഞ്ഞ് പോയതാണ്. അതേപോലത്തെ ഐസ്ക്രീം തന്നെ കിട്ടിയിട്ട് പക്ഷേ ചെറിയൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് മധുരമുള്ള ഐറ്റംസിലൊക്കെ ബാലൻസ് ചെയ്യാൻ ഉപ്പിടുന്ന തീരെ ഇഷ്ടമല്ല. അതുപോലത്തെ ഉള്ളൊരു സംഭവമായിരുന്നു ഈ ഐസ്ക്രീം. പക്ഷേ ഞാൻ വേസ്റ്റ് ചെയ്യില്ല. അത് മൊത്തം ഞാൻ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഗോൾഡ് കിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് കടയൊക്കെ അടച്ചതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ അത്രയുള്ള കാര്യം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.